നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിരമിച്ച പോലീസുകാർ അവകാശ പോരാട്ടത്തിനായി തെരുവിലിറങ്ങി. സമരം കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ട്രെയിനിംഗ് പീരീഡ് സേവനകാലമായി പരിഗണിക്കണമെന്ന് ആവശ്യം. കണ്ണൂർ പുഷ്പോത്സവം ജനുവരി 16-ന് 12,000 ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്നത് വർണ്ണോദ്യാനം. പുഷ്പോത്സവത്തിൽ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പവലിയനുകളും ഫുഡ് കോർട്ടും. കുന്നത്തൂരിന്റെ മണ്ണിൽ മുത്തപ്പൻ നാളെ മുടിയഴിക്കും. മൂലം പെറ്റ ഭഗവതിക്ക് ശേഷം ഭക്തജനങ്ങളും വാണവരും പടിയിറങ്ങും. പിന്നെ നിഗൂഢ പൂജകൾ. 3-ാം നാൾ കരിയടിക്കയോടെ സമ്പൂർണ്ണ സമാപനം. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. പോലീസ് പെൻഷൻകാരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ നടത്തിയ മാർച്ച് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച പോലീസുകാർ അവകാശ പോരാട്ടത്തിനായാണ് തെരുവിലിറങ്ങിയത്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, ട്രെയിനിംഗ് പീരീഡ് സേവനകാലമായി പരിഗണിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത്. ഇതിലെ ആവശ്യങ്ങൾ വളരെ ന്യായമാണ്. ഒരു ജീവിതത്തിന്റെ പ്രസരിപ്പുള്ള യൗവനകാലം മുഴുവൻ രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി പോലീസ് സേനയിൽ സമർപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആളുകൾ ആ സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്കാവശ്യമായ ആനുകൂല്യങ്ങൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അത് ആരുടെയെങ്കിലും ഔദാര്യമല്ല, അത് പെൻഷൻ പറ്റുന്ന ജീവനക്കാരൻ്റെ അവകാശമാണ് എന്ന കാര്യം സർക്കാർ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. മുയ്യം രാഘവൻ, PC വർഗീസ്, VK നാരായണൻ, P. ബാലൻ, P. ഗോവിന്ദൻ, E. സുഗുണൻ, TP ഉണ്ണികൃഷ്ണൻ, TP പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MG ജോസഫ് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിലീഷ് ബാലക്കണ്ടി നന്ദിയും പറഞ്ഞു. ഓൾ ഇന്ത്യ ജനറൽ പാരാമിലിറ്ററി ഫോഴ്സ് എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ 20-ാം വാർഷിക പൊതുയോഗം 18-ന് രാവിലെ 9 മണിക്ക് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. KV സുമേഷ് MLA അംഗങ്ങളുടെ ഡയറക്ടറി പ്രകാശനം ചെയ്യും. മുഖ്യാതിഥിയായി പെരിങ്ങോൺ DWO DIGP RTC മാത്യു ജോൺ പങ്കെടുക്കും. ചടങ്ങിൽ പത്മശ്രീ അവാർഡ് ജേതാവ് ARD പ്രസാദ്, മുൻ MLA TV രാജേഷ്, ബൈജു കോട്ടാരി, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് എന്നിവർ ഉപഹാരം നൽകി ആദരിക്കും. വിവിധ കക്ഷി നേതാക്കളായ MV ജയരാജൻ, മാർട്ടിൻ ജോർജ്, N ഹരിദാസ് എന്നിവർ പങ്കെടുക്കും. പുതിയ പെൻഷൻ സ്കീമിൽ കുറച്ച് തുക കിട്ടുമായിരിക്കും, പക്ഷേ പഴയ ആ സെക്യൂരിറ്റിയോ അതൊന്നും തന്നെയില്ല. അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി പ്രമേയം പാസ്സാക്കിയ നിവേദനം, അത് നിവേദനം എങ്ങനെ കൊടുക്കുന്നത്, 1000 പേര് സിഗ്നേച്ചർ ചെയ്തുകൊണ്ടാണ് അത് സമർപ്പിക്കുന്നത്. അതേമാതിരി തന്നെ കേരള ഗവൺമെന്റിന്റെ മുന്നിൽ നമ്മൾ വെക്കുന്ന റിക്വസ്റ്റ് എന്താണ്, നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാർച്ച് 6, 2020 ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പങ്കെടുക്കാം. അപ്പൊ അവിടെ വളരെ നല്ല നിലയിൽ നമ്മളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതേമാതിരി ഒരു മീറ്റിംഗ് വേണം. അതുകൂടാതെ നമ്മൾ ആവശ്യപ്പെടുന്നത് സൈനികർ ചെയ്യുന്ന ഡ്യൂട്ടിയെ നമ്മൾ സല്യൂട്ട് ചെയ്യാണ്. അതിന് യാതൊരു പരാതിയില്ല. അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷേ അവരുടെ കൂടെ പെടുത്തിക്കൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി N സതീഷ് കുമാർ, T വിജയൻ, K ദാമോദരൻ, MV കൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു. പൂവത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂവത്തൂരമ്മയ്ക്ക് മകരപ്പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രാചാര്യൻ ബ്രഹ്മശ്രീ കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നു. 2000-ലധികം ആളുകൾ പൊങ്കാല സമർപ്പണത്തിന് ക്ഷേത്രത്തിൽ എത്തി. ക്ഷേത്രം മേൽശാന്തി വിഷ്ണു ഭട്ട് ഭദ്രദീപം കൊടുത്തലും പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരലും നിർവഹിച്ചു. രാവിലെ വിവിധ പൂജകളും മഹാഗണപതി ഹോമവും നടന്നു. പൊങ്കാല സമർപ്പണത്തിനെത്തുന്നവർക്ക് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. 2000-ലധികം ആളുകൾ പൊങ്കാല സമർപ്പണത്തിന് എത്തിയിരുന്നു. മൊട്ടമ്മൽ പെരുന്തോട്ടം നീലിയാർ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവം ജനുവരി 15-ന് പ്രതിഷ്ഠാ ദിനത്തോടെ ആരംഭിക്കും. 16-ന് വൈകുന്നേരം 4:30-ന് ഏഴോം വടക്കൻസ് കലാസമിതിയുടെ ശിങ്കാരിമേളത്തോടെ ചെറുകുന്ന് കതിരിവെക്കും തറയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. 19-ന് പുള്ളിവേട്ടയ്ക്കൊരു മകൻ പ്ലാവില തിരുമുടിയോടെ കളിയാട്ടം സമാപിക്കും.
15 വൈകിട്ട് 6:30 പ്രദേശവാസികളുടെ നൃത്തസന്ധ്യ, 16 വൈകുന്നേരം 4:30 ഏഴോം വടക്കൻസ് കലാസമിതിയുടെ ശിങ്കാരിമേളത്തോടെ ചെറുകുന്ന് കതിരുവെക്കന്തറയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കലവറ നിറക്കൽ ഘോഷയാത്രയും നടക്കും. രാത്രി 8 മണിക്ക് കണ്ണൂർ സംഘകലയുടെ മൾട്ടി വിഷ്വൽ വിൽക്കലാമേള ശ്രീ മുച്ചിലോട്ടമ്മ, 17 വൈകിട്ട് 7 ക്ഷേത്രം മാതൃസമിതിയുടെ മെഗാ തിരുവാതിര, തുടർന്ന് തായമ്പക, തിറയാരംഭം എന്നിവയും നടക്കും. 18 രാവിലെ മുതൽ ഒഴക്രം വൈഖരിയുടെ നാരായണീയ പാരായണം, രാത്രി നീലിയാർ ഭഗവതി, കുട്ടിത്തെയ്യം, ഊർപ്പഴശ്ശി, വേട്ടക്കുരുമകൻ തിറകളുടെ പുറപ്പാട് എന്നിവയും നടക്കും. 19 ഞായറാഴ്ച പുലർച്ചെ ഉഗ്രമൂർത്തി പുള്ളിവേട്ട കുരുമകൻ തിറ പുറപ്പാട്. ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച ഉച്ചയ്ക്കും ഭക്തജനങ്ങൾക്ക് പ്രസാദ ഊട്ട് ഉണ്ടാവും. ഓലച്ചൂട്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. 19 ഉച്ചതിരിഞ്ഞ് പുള്ളിവേട്ട കുരുമകൻ പ്ലാവില തിരുമുടിയോടെ കളിയാട്ടം സമാപിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിരമിച്ച പോലീസുകാർ അവകാശ പോരാട്ടത്തിനായി തെരുവിലിറങ്ങി. സമരം കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ട്രെയിനിംഗ് പീരീഡ് സേവനകാലമായി പരിഗണിക്കണമെന്ന് ആവശ്യം. കണ്ണൂർ പുഷ്പോത്സവം ജനുവരി 16-ന് 12,000 ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്നത് വർണ്ണോദ്യാനം. പുഷ്പോത്സവത്തിൽ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പവലിയനുകളും ഫുഡ് കോർട്ടും. കുന്നത്തൂരിന്റെ മണ്ണിൽ മുത്തപ്പൻ നാളെ മുടിയഴിക്കും. മൂലം പെറ്റ ഭഗവതിക്ക് ശേഷം ഭക്തജനങ്ങളും വാണവരും പടിയിറങ്ങും. പിന്നെ നിഗൂഢ പൂജകൾ. 3-ാം നാൾ കരിയടിക്കയോടെ സമ്പൂർണ്ണ സമാപനം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്. കേരള ഡിസ്ട്രിക്ട് അഗ്രി ഫോർട്ടികൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന കണ്ണൂർ പുഷ്പോത്സവം ജനുവരി 16-ന് തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. കലക്ടർ അരുൺ K. വിജയൻ അധ്യക്ഷനാകും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ മുഖ്യാതിഥികളാവും. ഈ വർഷത്തെ സംസ്ഥാന കൃഷി അവാർഡ് ജേതാവായ K. ബിന്ദു, അഗസ്റ്റ്യർ തോമസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന 12,000 ചതുരശ്ര അടിയിൽ ഒരുക്കുന്ന വർണ്ണോദ്യാനം പുഷ്പോത്സവത്തിൽ ഏറ്റവും ആകർഷണീയമായ ഘടകമാണ്. ജനുവരി 16 മുതൽ 27 വരെ 12 ദിവസങ്ങളായിട്ടാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും അഗ്രി ഹോർട്ടി സൊസൈറ്റി എന്നുള്ള പേര് പോലെ തന്നെ
അഗ്രി മേഖലയിലും ഹോർട്ടി മേഖലയിലും കാർഷിക മേഖലയിലും അതോടൊപ്പം പുഷ്പ മേഖലയിലുമായിട്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരെ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്കുള്ളൊരു മോട്ടിവേഷൻ എന്ന രൂപത്തിലാണ് നമ്മൾ എല്ലാ പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഏതാണ്ട് 12,000-ഓളം ചതുരശ്ര അടിയിൽ നമ്മൾ നേരിട്ട് ചെയ്യുന്ന ഗാർഡനാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ടാണ് ചെടികൾ എത്തിച്ചേരുന്നത്. അത് ഇന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നും നാളെയുമായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ചെടികൾ എത്തിച്ചേരും. ഇത്തവണ 2 ലക്ഷം ആളുകളെ പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. കണ്ണാടിക്കോടിലുള്ള ജലത്തിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന അക്വാസ്കേപ്പിംഗ് എന്നിവ ഒരുക്കും. സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ആറളം ഫാം, കരിമ്പം ഫാം, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ, അനർട്ട്, ഫിഷറീസ് വനം വകുപ്പ് എന്നിവയുടെ പവലിയനുകളും പുഷ്പോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായുള്ള ചിത്രരചനാ മത്സരം, വിദ്യാലയങ്ങൾ, വീടുകൾ എന്നിവർക്കായുള്ള പൂന്തോട്ട പച്ചക്കറി തോട്ട മത്സരങ്ങൾ, പുഷ്പാലങ്കാര ക്ലാസുകൾ, വെജിറ്റബിൾ കാർവിംഗ് മത്സരം, മൈലാഞ്ചിയിടൽ, കൊട്ടമടയൽ, പുഷ്പറാണി പുഷ്പരാജ മത്സരങ്ങൾ, പുഞ്ചിരി മത്സരം, കാർഷിക ഫോട്ടോഗ്രാഫി, മൊബൈൽ ഫോട്ടോഗ്രാഫി, ഫാബ്രിക് പെയിന്റിംഗ് മത്സരങ്ങൾ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. 12 ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയിൽ വിവിധ സെമിനാറുകൾ, ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ, വനിതാ കർഷക കൂട്ടായ്മ, ഭിന്നശേഷിക്കാരുടെ സ്നേഹസംഗമം, ബഡ്സ് സ്കൂൾ കലോത്സവം, കുട്ടി കർഷക സംഗമം എന്നിവ നടക്കും. 60 രൂപയാണ് പ്രവേശന ഫീസ്. 27 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി പി.വി. രത്നാകരൻ, യു.കെ.പി. നമ്പ്യാർ, എ.സി. വത്സല, ടി.പി. വിജയൻ, എം.കെ. മൃദുൽ എന്നിവർ പങ്കെടുത്തു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 1.5 ടൺ നിരോധിത ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഉണ്ടംപറമ്പ് പ്രവർത്തിച്ചു വരുന്ന പ്രസ്റ്റീജ് പാക്കിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സ്ഥാപനത്തിന്റെ ഓഫീസിൽ നിന്നും, ഗോഡൌണിൽ നിന്നും, സ്ഥാപനത്തിന്റെ പുറകിൽ സ്ഥിതി ചെയ്യുന്ന വീടിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഷെഡിൽ നിന്നുമാണ് വസ്തുക്കൾ സ്ക്വാഡ് പിടികൂടിയത്. സ്ഥാപനത്തിന് 25,000 രൂപ പിഴ ചുമത്തി. ക്യാരി ബാഗുകൾ, പേപ്പർ കപ്പുകൾ, പേപ്പർ പ്ലേറ്റുകൾ, തെർമോകോൾ പ്ലേറ്റുകൾ, ഗാർബേജ് ബാഗുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലാസ്റ്റിക് സ്ട്രോകൾ, പ്ലാസ്റ്റിക് സ്പൂണുകൾ തുടങ്ങിയ നിരോധിത ഉൽപ്പന്നങ്ങളാണ് സ്ക്വാഡ് പിടികൂടിയത്. 2ാം തവണയാണ് പ്രസ്റ്റീജ് പാക്കിംഗ് സൊല്യൂഷനിൽ നിന്നും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വസ്തുക്കൾ പിടികൂടുന്നത്. സ്ഥാപനത്തിന് 25,000 രൂപ പിഴയിട്ടു. നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്ത് തളിപ്പറമ്പ് നഗരസഭ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി. തുടർ നടപടികൾ സ്വീകരിക്കാൻ തളിപ്പറമ്പ് നഗരസഭയ്ക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൽ CK, തളിപ്പറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രസിത P, രമ്യ KM തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ രൂപത സാമൂഹ്യ സേവന വിഭാഗമായ കൈറോസ് രജത ജൂബിലി ആഘോഷം ജനുവരി 18-ന് പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച പകൽ 3 മണിക്ക് പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ ഗോവൻ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഉദ്ഘാടനം കണ്ണൂർ രൂപത ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ഉദ്ഘാടനം ചെയ്യും. മുരിങ്ങ പ്രോജക്ടിന് ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർവഹിക്കും. മുൻ ഡയറക്ടർമാരെ കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആദരിക്കും. ആദ്യ ഭവനത്തിന്റെ താക്കോൽദാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്പീക്കർ AN ഷംസീർ, സുവനീർ പ്രകാശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജോബ് പോർട്ടൽ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, ന്യൂട്രീഷൻ വിതരണം സംവിധായകൻ ലാൽ ജോസ് എന്നിവരും നിർവഹിക്കും. പ്രസ്ഥാനം 25 വർഷത്തെ നിർവലാകുമ്പോൾ വളരെ പ്രമുഖരായ വ്യക്തികൾ കടന്നു വന്ന ഇതിൻ്റെ രജതജൂബിലി ആഘോഷങ്ങളിൽ പങ്കുചേരുകയാണ്. ഗോവ ഗവർണറായിട്ടുള്ള ശ്രീ PS ശ്രീധരൻപിള്ള, കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ, ഒപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്പീക്കറായിട്ടുള്ള ശ്രീ AN ഷംസീർ, ഒപ്പം നമ്മുടെ തന്നെ സ്വന്തം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം കലാതലത്തിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന ശ്രീ പ്രേംകുമാർ, ശ്രീ ലാൽ ജോസ്, ഒപ്പം സഭയുടെ തന്നെ വക്താക്കളായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പാംബ്ലാനി പിതാവ്, ഒപ്പം തന്നെ വർഗീസ് ചക്കാലക്കൽ പിതാവ്, അങ്ങനെ പ്രമുഖരൊക്കെ അണിനിരക്കുന്ന ഈ പരിപാടി നടക്കുന്നത് പിലാത്തറ സെന്റ് ജോസഫ് കോളേജിലാണ്. പരിപാടി നടക്കുന്നത് 18-ാം തീയതിയാണ്. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റവറൻ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത്, കെയ്റോസ് ഡയറക്ടർ ഫാദർ ജോമോൻ ചെമ്പകശ്ശേരി, കെയ്റോസ് ജനറൽ കോർഡിനേറ്റർ KP ചന്ദ്രൻ, PRO വിനയ സെക്യൂര എന്നിവരും പങ്കെടുത്തു. അഞ്ചര
അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് കളർഫുൾ 2025 സമാപിച്ചു. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിലെ ഗോത്രകലകളുടെ ആവിഷ്കാരം വേറിട്ട കാഴ്ചയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്യാട്ട് അധ്യക്ഷനായി. OM ലീന, CK അനിൽകുമാർ, MK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് MM അജിത് കുമാർ, PV ജ്യോതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഐസ് ബ്രേക്കിംഗ്, ലവ് ഇംഗ്ലീഷ്, ബലൂൺ ഫിയസ്റ്റ, മുഖത്തെഴുത്ത് ശില്പശാല, നാടൻപാട്ട്, ഗോത്രകലകളുടെ ആവിഷ്കാരം എന്നിവ നടന്നു. രണ്ടാം ദിവസം യോഗ ക്ലാസ്, മോട്ടിവേഷൻ ക്ലാസ്, കാരിക്കേച്ചർ ശില്പശാല എന്നിവ നടത്തി. സമാപന സമ്മേളനത്തിൽ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ VP കിഷോർ, അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി P മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. കുന്നത്തൂർപ്പാടി തിരുവപ്പന ഉത്സവം ബുധനാഴ്ച സമാപിക്കും. ബുധൻ വൈകിട്ട് ഊട്ടും വെള്ളാട്ടവും, രാത്രി 10-ന് തിരുവപ്പനയും കെട്ടിയാടും. രാത്രിയോടെ തിരുവപ്പനയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങും. തുടർന്ന് നിഗൂഢ പൂജകളും നടക്കും. ഉത്സവം കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം ചന്ദൻ നടത്തുന്ന കരിയടിക്കയോടെ ഈ വർഷത്തെ തിരുവപ്പന ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാകും. തിരുവപ്പന ഭണ്ഡാരം പൂട്ടി താക്കോൽ കരക്കാട്ടിടം വാണവരെ ഏൽപ്പിക്കും. ശുദ്ധികർമ്മത്തിന് ശേഷം വാണവരുടെ അനുവാദം വാങ്ങി മുടിയഴിക്കും. മൂലംപെറ്റ ഭഗവതിയും കെട്ടിയാടും. ശേഷം ഭക്തജനങ്ങളും വാണവരും പടിയിറങ്ങും. അഞ്ഞൂറ്റാനും അടിയന്തരക്കാരും മാത്രമുള്ള കളിക്കപ്പാട്ടും പ്രദക്ഷിണവും നിഗൂഢ പൂജകളും നടക്കും. ഇതിനുശേഷം വ്യാഴാഴ്ച രാവിലെ അഞ്ഞൂറ്റാൻ ഉൾപ്പെടെയുള്ളവർ മലയിറങ്ങും. തുടർന്ന് മുത്തപ്പനെ മല കയറ്റൽ ചടങ്ങും ഉണ്ടാകും. ഉത്സവം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ചന്ദൻ നടത്തുന്ന കരിയടിക്കയോടെ ഈ വർഷത്തെ തിരുവപ്പന ഉത്സവ ചടങ്ങുകൾ പൂർത്തിയാകും. വർഷത്തിൽ ഉത്സവം നടക്കുന്ന ഒരു മാസം മാത്രമാണ് വനാന്തരത്തിലെ മുത്തപ്പൻ ദേവസ്ഥാനത്തേക്ക് ആൾപ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഉത്സവത്തിന് ശേഷം കുന്നത്തൂർ താഴെപ്പൊടിക്കളത്ത് മടപ്പുരയിൽ എല്ലാ സംക്രമ ദിനങ്ങളിലും മുത്തപ്പൻ വെള്ളാട്ടവും പ്രസാദ ഊട്ടും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വ്യാപാര മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംഘടിപ്പിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ സംസ്ഥാന ജാഥയ്ക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൽകിയ സ്വീകരണത്തിൽ സംഘാടക സമിതി വൈസ് ചെയർമാൻ KP അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച ജാഥ 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ലിഖിതമായിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഗവൺമെന്റുകളും ഭരണ സംവിധാനങ്ങളും കോടതിയും എല്ലാം അതിന്റെ ഭാഗമായിട്ടാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യൂണിയൻ ജാക്കിന്റെ പതാക താഴ്ത്തി അവിടെ ഇന്ത്യയുടെ ദേശാഭിമാനത്തിന്റെ ദേശീയ ബോധത്തിന്റെ മൂവർണ്ണ പതാക ഉയർത്തിപ്പിടിക്കുമ്പോ ഈ രാജ്യം കേവല സ്വാതന്ത്ര്യമല്ല സമ്പാദിച്ചത്, പരമാധികാരം സമ്പാദിച്ചു. ജനാധിപത്യ അവകാശം നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കി ദേശീയ ബോധം നമുക്ക് സ്വന്തമായി. ആ രാജ്യത്താണ് ഞാനും നിങ്ങളും അടങ്ങുന്ന 140ഓളം വരുന്ന കോടി മനുഷ്യർ ജീവിക്കുന്നത്. കാർഷിക മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് ഈ വ്യാപാര ശൃംഖലയാണ്, ഈ വ്യവസായ മേഖലയാണ്. ആ മേഖലയെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റ് ഖജനാവിലേക്ക് വരുന്ന വരുമാനത്തിന്റെ സിംഹഭാഗവും പകർന്നു നൽകുന്നത് ഇന്ത്യ രാജ്യത്തെ ഏതാണ്ട് 6 കോടിയോളം വരുന്ന പ്രത്യക്ഷമായി മുതൽ മുടക്കിയിട്ടുള്ള വ്യാപാര ശൃംഖലയിൽ നിന്നാണ്. ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന സെക്രട്ടറി ES ബിജു, വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന ട്രഷറർ V ഗോപിനാഥ്, ജാഥ മാനേജർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ദിനേശ്, KM ലെനിൻ, V പാപ്പച്ചൻ, MP അബ്ദുൽ ഗഫൂർ, മിൽട്ടൺ J തലക്കോട്ടൂർ, R രാധാകൃഷ്ണൻ, സീനത്ത് ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ C മനോഹരൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് P വിജയൻ, സെക്രട്ടറി PM സുഗുണൻ, പ്രശോഭ് MP, വിനീഷ് VV, CV ശശി, പ്രേമൻ P ഉല്ലാസൻ, PP ബാലകൃഷ്ണൻ, KP സദാനന്ദൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. GST അപാകത പരിഹരിക്കുക, കെട്ടിട വാടകയിൽ ചുമത്തിയ 8% GST പിൻവലിക്കുക, ഓൺലൈൻ വ്യാപാര നിയമം മൂലം നിയന്ത്രിക്കുക, വ്യാപാരി ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫെബ്രുവരി 13-ന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി ഇന്നലെ കാസർഗോഡ് നിന്ന് തുടക്കം കുറിച്ച ജാഥ 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. എടക്കാട് മീത്തലെ തെരു ഉദയമംഗലം ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ മെഗാ തിരുവാതിര അരങ്ങേറി. ഉദയമംഗലം മാതൃസമിതിയും ബാലവേദിയും സംയുക്തമായാണ് തിരുവാതിര നടത്തിയത്. ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ടായിരുന്നു ക്ഷേത്രത്തിൽ മെഗാ തിരുവാതിര അരങ്ങേറിയത്.
സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7330, പവന് 58,640 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിരമിച്ച പോലീസുകാർ അവകാശ പോരാട്ടത്തിനായി തെരുവിലിറങ്ങി. സമരം കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ട്രെയിനിംഗ് പീരീഡ് സേവനകാലമായി പരിഗണിക്കണമെന്ന് ആവശ്യം. കണ്ണൂർ പുഷ്പോത്സവം ജനുവരി 16-ന് 12,000 ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്നത് വർണ്ണോദ്യാനം. പുഷ്പോത്സവത്തിൽ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പവലിയനുകളും ഫുഡ് കോർട്ടും. കുന്നത്തൂരിന്റെ മണ്ണിൽ മുത്തപ്പൻ നാളെ മുടിയഴിക്കും. മൂലം പെറ്റ ഭഗവതിക്ക് ശേഷം ഭക്തജനങ്ങളും വാണവരും പടിയിറങ്ങും. പിന്നെ നിഗൂഢ പൂജകൾ. 3-ാം നാൾ കരിയടിക്കയോടെ സമ്പൂർണ്ണ സമാപനം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.